അസ്സലാമു അലൈക്കും. സമസ്ത 7ാം ക്ലാസ് പൊതുപരീക്ഷ നേരിടുന്ന പ്രിയപ്പെട്ട മക്കളെ, ലിസാൻ നമുക്കൊന്ന് എളുപ്പമാക്കാം. ആദ്യമേ മനസ്സിലാക്കേണ്ടത് ലിസാൻ വളരെ സിമ്പിളാട്ടോ, ഒരു വിഷമമില്ല. ഒന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ ആദ്യം നോക്കാം. ഒന്നാമത്തെ പാഠത്തിൽ കാര്യമായി ചർച്ച വരുന്നത് മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കൽ എങ്ങനെയെന്നാണ്. മഅറൂഫ് മജ്ഹൂലൊക്കെ എന്ന് പറയുമ്പോൾ അതിനൊന്നും ഞെട്ടണ്ട. നമ്മൾ ആദ്യം മലയാളത്തിലേക്ക് നോക്കുക. ബഷീർ ബാസിത്തിനെ സഹായിച്ചു, ഷമീർ കരീമിനെ അടിച്ചു, മൻസൂർ മുഹമ്മദിനെ കണ്ടു, മജീദ് ബഷീറിനെ എറിഞ്ഞു, സുഹൈൽ മജീദിനെ ചതിച്ചു. ഇതെന്താണ്? ഈ കാണുന്ന വാചകങ്ങളിൽ കർത്താവിനെ അറിയപ്പെട്ടിട്ടുണ്ട്, അഥവാ ചെയ്ത ആളെ നമുക്കറിയാം. ബഷീർ ബാസിത്തിനെ സഹായിച്ചു എന്ന് പറയുമ്പോൾ ബഷീറെ സഹായിച്ചത്. ഷമീർ കരീമിനെ അടിച്ചെന്ന് പറയുമ്പോൾ കരീമിനെ അടിച്ച ഷമീറാണ്. മൻസൂർ മുഹമ്മദിനെ കണ്ടു എന്ന് പറയുമ്പോൾ മൻസൂറാണ് ഇവിടെ കർത്താവ്, ചെയ്യുന്ന ആൾ. മജീദ് ബഷീറിനെ എറിഞ്ഞു, കർത്താവ് അഥവാ ചെയ്യുന്ന ആൾ മജീദാണ്. ഇങ്ങനെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രവർത്തനം ചെയ്ത ആളെയും കൂടി പറയുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിന് മഅറൂഫായ പ്രവർത്തനം അഥവാ മഅറൂഫായ ഫീൽ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ മഅറൂഫായ ഫീലാട്ടോ, അഥവാ കർത്താവ് അറിയപ്പെട്ട പ്രവർത്തനമാണ്. എന്നാൽ കർത്താവ് അറിയപ്പെടാതിരിക്കുമ്പോഴോ ഇങ്ങനെ വരും. ഉണ്ടോ? ബാസിത്ത് സഹായിക്കപ്പെട്ടു, ആരാ സഹായിച്ചെന്നറിയുന്നില്ല. കരീം അടിക്കപ്പെട്ടു, മുഹമ്മദ് കാണപ്പെട്ടു, ബഷീർ എറിയപ്പെട്ടു, മജീദ് ചതിക്കപ്പെട്ടു. കണ്ടോ? ആരാണ് ചതിച്ചതെന്നറിയുന്നില്ല, ആരാ എറിഞ്ഞതെന്നറിയുന്നില്ല, ആരാണ് കണ്ടതെന്നറിയുന്നില്ല, ആരാ അടിച്ചതെന്നറിയുന്നില്ല, ആരാ സഹായിച്ചതെന്നറിയുന്നില്ല. ഇങ്ങനെ ചെയ്ത ആളറിയാതിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രയോഗം വരിക. കണ്ടോ? ബാസിത്ത് സഹായിക്കപ്പെട്ടു, ബാസിത്തിനെ സഹായിച്ച ആളറിയുന്നില്ല. കരീം അടിക്കപ്പെട്ടു, കരീമിനെ അടിച്ച ആളറിയുന്നില്ല. എന്നാൽ ഇവിടെയോ സഹായിച്ച ആളറിയും. ബാസിത്തിനെ സഹായിച്ചത് ബഷീറാണ്, അല്ലേ? അതുപോലെ കരീമിനെ അടിച്ചത് ഷമീറാണ്. അപ്പോൾ ഈ മേഖല ഇതാണ് കർത്താവ് അറിയപ്പെട്ടതൊക്കെ. ഇതോ കർത്താവിന് അറിയുന്നില്ല, ചെയ്ത ആളെ അറിയുന്നില്ല. അപ്പോൾ ഇതിനാണ് അറബിയിൽ എന്ത് പറയുക, മഅറൂഫ് എന്ന് പറയുന്നത്, അഥവാ കർത്താവ് അറിയപ്പെട്ട വാചകങ്ങൾ. ഇതിനാണ് എന്ത് പറയുക, മജ്ഹൂൽ, കർത്താവ് അറിയപ്പെടാത്തത്. മനസ്സിലായോ? ഇത്രേ വിഷയമുള്ളൂ. അപ്പോൾ ഒരു ചെയ്ത കാര്യം ആ ചെയ്ത വ്യക്തിയെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് മഅറൂഫ്. ആ വ്യക്തിയെ പറയാതെ അറിയുന്നില്ല, വ്യക്തി ആരാണെന്ന് പറയുന്നില്ല, അപ്പോൾ എന്ത് വരും? അതിൻ്റെ പേര് മജ്ഹൂൽ, കർത്താവ് അറിയപ്പെടാത്തതെന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീലിനെ, അല്ലെ, കർത്താവ് അറിയപ്പെട്ടത് ആ ഫീലിനെ ഇങ്ങനെ കർത്താവ് അറിയപ്പെടാത്ത അവസ്ഥയിലേക്ക് ആക്കലെങ്ങനെയാണ്? അതാണ് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത്. കണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വാക്കിൻ്റെ അറബികളാണ്. നസ്വറ ബഷീറുൻ ബാസിത്തൻ, ബഷീർ ബാസിത്തിനെ സഹായിച്ചു. പക്ഷെ ബാസിത്തിന് സഹായം കിട്ടിയതിന് സഹായിച്ച ആളറിയുന്നില്ല. അപ്പോൾ എന്താ പറയാന്നറിയോ? നുസിറ ബാസിത്തുൻ, ബാസിത്ത് സഹായിക്കപ്പെട്ടു. അതുപോലെ ലറബ ഷമീറുൻ കരീമൻ, ഷമീറിനെ അറിയുന്നില്ല, അടിച്ച ഷമീറിനെ അറിയുന്നില്ല. ലറബ ഷമീറുൻ കരീമൻ, ഷമീർ കരീമിനെ അടിച്ചു. അത് മഅറൂഫാണ്, അല്ലേ? കർത്താവ് അറിയപ്പെട്ടതാണ്. അത് നമ്മൾ അറിയപ്പെടാതിരിക്കുമ്പോൾ എങ്ങനെ പറയും? ലുരിബ കരീമൻ, അഥവാ മജ്ഹൂലായി ഇവിടെ. അപ്പോൾ ഇത് മഅറൂഫ്. നസ്വറ ബഷീറുൻ ബാസിത്തൻ, അതിന് മജ്ഹൂൽ നുസിറ ബാസിത്തുൻ. ലറബ ഷമീറുൻ കരീമൻ, അതിൻ്റെ മജ്ഹൂൽ ലുരിബ കരീമുൻ. റഅ മൻസൂറുൻ മുഹമ്മദൻ എന്നതിൻ്റെ മജ്ഹൂൽ റുഇയ മുഹമ്മദുൻ. ഉണ്ടോ? റമ മജീദുൻ ബഷീർ, മജീദ് ബഷീറിനെ എറിഞ്ഞു. അവിടെ
മജീദിനെ അറിയുന്നില്ല. അപ്പോൾ റുമിയ ബഷീർ, ബഷീർ എറിയപ്പെട്ടു. മക്കറ സുഹൈലുൻ മജീദൻ, സുഹൈൽ മജീദിനെ അല്ലേ ചതിച്ചു. അത് കർത്താവ് അറിയപ്പെട്ടതാണ്, മഅറൂഫാണ്. മുക്കിറ മജീദൻ, മജീദ് ചതിക്കപ്പെട്ടു. ഇത് കർത്താവ് അറിയപ്പെടുന്നില്ല, അപ്പോൾ ഇതിന് മജ്ഹൂലാണ്. മജ്ഹൂലാഫീല മുക്കിറ എന്ന് പറഞ്ഞത്. അപ്പോൾ നസറിന് മജ്ഹൂലാക്കാൻ എന്താ ചെയ്യേണ്ടത്? അഥവാ കർത്താവ് അറിയപ്പെടാതിരിക്കുമ്പോൾ ഫീലിന് മാറ്റം വരണമല്ലോ. മജ്ഹൂലിൻ്റെ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നസറൻ നുസിറയാക്കുക, ലറബനെ ലുരിബയാക്കുക, റഅ എന്നതിനെ റുയ എന്നാക്കുക, റമയെ റുമിയ എന്നാക്കുക, മക്കറിനെ മുക്കിറ എന്നാക്കുക. പിന്നെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മജ്ഹൂലാക്കുമ്പോൾ അപ്പോൾ ഏതായാലും എന്ത് ചെയ്യില്ല, ഫായിലുണ്ടാവില്ല, ഈ കർത്താവിന് കാണൂല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഈ കാണുന്ന വാക്കുകളാണ്, അഥവാ ആ പ്രവർത്തനം സംഭവിച്ച മേഖല, അതിന് മഫ്ഊൽ എന്ന് പറയും. കർത്താവിന് പ്രവർത്തനം വിട്ടുകിടക്കുന്ന സ്ഥലം ബാസിത്ത്, ഇതിനെന്താ മഫ്ഊൽ എന്ന് അറബി പറയാം. ഈ കർത്താവിന് എന്താ പറയുക? ഫായിൽ എന്നും പറയും. അപ്പം ഈ ഫായിലിനെ അറിയപ്പെടാതിരിക്കുമ്പോൾ, അഥവാ കർത്താവിന് അറിയപ്പെടാതിരിക്കുമ്പോൾ എന്തു ചെയ്യും? ഈ മഫ്ഊലിനെ ഈ കർത്താവിൻ്റെ സ്ഥാനത്ത് വെക്കും. അഥവാ ഈ കാണുന്ന റഫ്, ഈ കാണുന്ന ലം കണ്ടില്ലേ, ഇതാ റഫ് എന്ന് പറയുന്നത്. അഥവാ തൻവീൻ ലം അഥവാ റഫ്. ഈ റഫിന് ആർക്ക് കൊടുക്കും? ഇതിന് കൊടുക്കും. എന്നിട്ട് ഇതിനെ ഈ സ്ഥാനത്ത് വെക്കും. ഇന്നിങ്ങോട്ട് വെക്കും, ഇതിനിങ്ങോട്ട് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ നസ്ബ് അഥവാ തൻവീൻ ഫത്ത്, ഈ നസ്ബ് എന്ന് പറയാം, അത് പോയിട്ട് എന്ത് ചെയ്യും? തൻവീൻ റഫിനെ സ്വീകരിക്കും, അഥവാ റഫിനെ സ്വീകരിക്കും. അപ്പോൾ ഇതിന് നസ്ബ് പോയിട്ട് റഫിനെ സ്വീകരിക്കും. അതവിടെ നമ്മൾ കാണുന്നത് നുസിറ വാസിത്തുൻ, വാസിത്ത് സഹായിക്കപ്പെട്ടു. ലുരിബ കരീമുൻ, കരീമടിക്കപ്പെട്ടു. റുഇയ മജീദുൻ, കണ്ടോ? ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. അവിടെ നസ്ബിനെ ഒഴിവാക്കിയ സ്ഥാനത്ത് എന്ത്? റഫിനെ സ്വീകരിച്ചു. എന്താ കാരണം? ഇത് ഈ മുഹമ്മദിൻ്റെ അല്ലേ, ഈ മുഹമ്മദ് എന്നുള്ളത് എന്ത് ചെയ്ത്? അത് മൻസൂറിൻ്റെ സ്ഥാനത്തേക്ക് വന്നു. ബാസിത്ത് എവിടെ വന്നു? ബഷീറിൻ്റെ സ്ഥാനത്തേക്ക് വന്നു. അങ്ങനെ എന്തായി? അതിന് ഈ ബാസിത്തൻ എന്നുള്ളത് ബാസിത്തുൻ എന്നായി, കരീം എന്നുള്ളത് കരീമെന്നായി. അഥവാ ഈ ഫായിലിൻ്റെ അവസാനത്തിലുള്ള ഈ റഫിനെ മുഴുവൻ എന്ത് ചെയ്ത്? ഇത് ഏറ്റെടുത്തു. കാരണം ഇത് പകരം വന്നതാണ്, ഫായിലിനെ തൊട്ട് പകരം വന്നതാണ്. അപ്പം മഫ്ഊൽ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരെന്തായി മാറും? ഇങ്ങോട്ട് വരുമ്പോൾ ഫായിലിൻ്റെ സ്ഥാനത്തിൽ വന്നത്, അപ്പോൾ എന്ത് പേര് പറയും? നായിബുൻ അനിൽ ഫായിൽ. അപ്പോൾ ഇതൊക്കെ നായിബുൻ അനിൽ ഫായിലാട്ടോ. ലുരീബ നുസിറ വാസിത്തുൻ എന്ന് പറയുന്നത് നുസിറ മജ്ഹൂലാഫിയിൽ, വാസിത്തുൻ നായിബ് ഫായിൽ. ലുരീബ മജ്ഹൂലാഫിയിൽ, കരീമുൻ നായിബുൻ അനിൽ ഫായിൽ. റുഇയ മജ്ഹൂലാഫിയിൽ, മുഹമ്മദുൻ നായിബുൻ അനിൽ ഫായിൽ. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം? നസറ മഅറൂഫ് ഫീൽ, ബഷീറുൻ ഫായിൽ, വാസിത്തൻ മഫ്ഊലുൻ ബിഹി. ളറബ മഅറൂഫ് ഫീൽ, സമീറുൻ ഫായിൽ, കരീമൻ മഫ്ഊൽ. റഅ മഅറൂഫ് ഫീൽ, മൻസൂറുൻ ഫായിൽ, മുഹമ്മദൻ മഫ്ഊൽ. ഇങ്ങനെ ഓരോന്നും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കർത്താവ് അറിയപ്പെട്ട മഅറൂഫായ 3 ഹർഫുള്ള മാദിയ ഫീലിനെ, എന്നുവെച്ചാൽ കർത്താവ് അറിയപ്പെട്ട മാദിയ ഫീൽ കേട്ടോ. കർത്താവ് അറിയപ്പെട്ട മാദിയ ഫീലിനെ എങ്ങനെ മജ്ഹൂലാക്കും? അതിനെ മജ്ഹൂലാക്കേണ്ട കോലം, അഥവാ ഫാഫീൽ നിക്ക് ലമ്മും അയൻ അവസാനത്തെ മുമ്പുള്ള നിൽക്കിസറും. എന്തെവിടെ ഉണ്ടോ? ഇതിന് ലമ്മ് കൊടുക്കുകയാണ്. നമ്മളെന്താ പറയും? ഉണ്ടോ? നുസിറ. ഇതിന് ഫാഫീന് ലമ്മ് എന്നാണ് പറഞ്ഞത്. ഉണ്ടോ? ഇതൊക്കെ ഫാഫീലാണ്. ഒന്നാമത്തെ അസ്റഫുണ്ട്. നോ, ലോ, റോ. ഉണ്ടോ? ഇതൊക്കെ ഇവിടെ റോ. ഇതൊക്കെ ഫാഫീൽ ലമ്മ് സ്വീകരിച്ചതാണ്. അപ്പോൾ എന്താ ഇതിന് ഫാഫീൽ പറയാൻ കാരണം?
ഇവിടെ ന ന ല റ ഒക്കെ ഫാഫീല, അതാണ് നമ്മൾ ലമ്മിനെ സ്വീകരിച്ചത്. അപ്പോൾ ഫാഫീലിന് ലമ്മയും അവസാനത്തിന് മുകളിൽ കെസറും ചെയ്യും. നമ്മൾ അവസാനത്തിന് മുകളിൽ എന്താ ഫത്ത് ഉള്ളത്, അവിടെ കെസറിനെ സ്വീകരിക്കും. കണ്ടോ, അത്രേ മാറ്റുള്ളൂ. അപ്പം മാദിയ ഫീലിനെ മജ്ഹൂലാക്കണമെങ്കിൽ ഫാഫീലിന് ലമ്മും അവസാനത്തിന് മുകളിൽ കെസറും. എന്താ ഫാഫീൽ എന്ന് പറയാൻ കാരണം, ഇവിടെ ശരിക്കും നമ്മൾക്ക് ഇതിന് എന്താ പറയേണ്ടത്, നാഫീൽ, സ്വാഫീൽ, റാഫീൽ എന്നല്ല പറയേണ്ടത്. ഇതിന് ലാഫീൽ, റാഫീൽ, ബാഫീൽ എന്നല്ല പറയേണ്ടത്. ഇത് റാഫീൽ, അംസല്, ആഫീൽ അങ്ങനെയൊക്കെയല്ല പറയേണ്ടത്. എന്തിനൊക്കെ ഫാഫീൽ പറയാൻ കാരണം, അഥവാ ഈ നസറയായാലും ലറബയായാലും ഈ വാക്കുകളൊക്കെ ഇതൊക്കെ ഏതിൽ നിന്നാണ് വരുന്നത്, ഫാല എന്ന് പറയുന്ന അച്ചിൽ വെച്ചുണ്ടാക്കിയതാണ്. ഇതാണ് സുലാസി മാദിയ ഫീലിൻ്റെ അച്ച്. ഉണ്ടോ, മാദിയ ഇപ്പം അങ്ങനെ മനസ്സിലാക്കുക. അപ്പം മാദിയ മൂന്നർഫുള്ള ഫീൽ അതൊക്കെ പിന്നെ പറയാം. അപ്പം മാദിയ ഫീലിൻ്റെ അച്ച് ഇതാ മനസ്സിലാക്കുക. കണ്ടോ, ഇവിടെ ഫ ആല, ഇത് മാദിയ ഫീലിൻ്റെ അച്ച്. അപ്പോൾ നസ്വറ, ലറബ കീന്ന് വെച്ചുണ്ടാക്കിയതാണ്. നമ്മൾ മുമ്പൊക്കെ കട്ട ഇടാറുണ്ടല്ലോ, പുരക്ക് കട്ട ഇടാറില്ലേ. അപ്പോൾ ഒരു പെട്ടിയിൽ മണ്ണ് നിറക്കൂലേ, അപ്പോൾ പെട്ടിക്കനുസരിച്ച് ഒരുപാട് കട്ട ഉണ്ടാക്കും. ഇപ്പോൾ ഓളം ഗ്രിസ് ഉണ്ടാക്കുന്നുണ്ടില്ലേ, അതുപോലത്തെ ഒരു കട്ടപ്പെട്ടിയാണിത്. ഇത് വെച്ചാലൊക്കെ വാർത്തുണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്ത് ഇതിനൊപ്പിച്ച പേര് വന്നത്. അപ്പോൾ ഈ നസ്വറൻ്റെ നാക്കെന്താ ഒരു ഫാഫീൽ, ഈ സ്വാദിന് ഐൻഫീൽ, ഈ റായന് ലാംഫീൽ, ലാ റബ ഇതിന് ഫാഫീൽ, ഇതിന് ഐൻഫീൽ, ഇതിന് ലാംഫീൽ, ഖത്തലൻ്റെ ഇതിന് ഫാഫീൽ, താ ഐൻഫീൽ, ലാ ലാംഫീൽ. അപ്പോൾ അതിനെന്ത് ചെയ്ത് നമ്മൾ ഫാഫീലിന് ലമ്മ് കൊടുക്കും, ഐൻഫീലിന് കെസർ കൊടുക്കും. ഉണ്ടോ, അപ്പോൾ എന്തായത് നസറ നുസിറയായി, ലറബ ലുരിബയായി, ഖത്തല കുത്തിലയായി. അപ്പോൾ ഈ പാഠത്തിലുള്ളതായ വിഷയം മഅറൂഫായ ഫീലിനെ, മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കാൻ എന്ത് ചെയ്യണം, ഫാഫീലിന് ലമ്മ്, അവസാനത്തിന് മുകളിൽ കെസർ, ഇത്ര ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടി മാദിയ ഫീലിന് മാദി മഅറൂഫായിട്ടോ, മാദി മഅറൂഫായ ഫീലിന് മജ്ഹൂലാക്കാൻ എന്ത് ചെയ്യണം, ഫാഫീലിന് ലമ്മ്, അവസാനത്തിന് മുകളിൽ കെസർ. എന്താണ് മാദി പറയാൻ കാരണം, ആ സംശയമാണ് പലർക്കും. മാദി പറയാൻ കാരണം എന്താ, മാദി പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച മാദി വരിക, അക്കൈന്ന് ഒപ്പിച്ച വരിക. ഉണ്ടോ, നസ്വറ സഹായിച്ചു, കഴിഞ്ഞു, സഹായിക്കും എന്നല്ല, സഹായിക്കുന്നു, സഹായിച്ചു. ലറബ അടിച്ചു, കഴിഞ്ഞു പോയി. ലറബ കൊന്നു, ഖത്തല കൊന്നു, അല്ലേ. അപ്പോൾ കഴിഞ്ഞു പോയ കാലത്ത് പിന്നെ സൂചിപ്പിക്കാൻ ഫാല കൊപ്പിച്ച വരിക, മനസ്സിലായോ. അപ്പോൾ അതാണ് മാദി ഫീലാണ്. അപ്പോൾ അത് മാദിയാണ്, മഅറൂഫാണ്, കർത്താവ് അറിയപ്പെട്ടതാണ്. അതാണ് മാദി മഅറൂഫ് പറഞ്ഞത്. ഇതും മാദി മഅറൂഫാണ്. ഇതോ മാദിയാണ്, മജ്ഹൂലാണ്, കർത്താവ് അറിയപ്പെടും, മാദി മജ്ഹൂൽ. ഇതും മാദി മജ്ഹൂൽ, ഇതും മാദി മജ്ഹൂൽ, ഇതും മാദി മജ്ഹൂൽ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് ഇനി മുളാരിയ ഫീലിനെ മജ്ഹൂലാക്കുന്നൊരു കോലം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത് നമുക്കത് കൂട്ടി പറയും. അപ്പോൾ ഇതൊന്നും കൂടി അതിൽ ആവർത്തിക്കൂട്ടോ, ഒരു ബന്ധം വരാൻ വേണ്ടി. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞതിൽ എന്താ ഉള്ളത്, മാദി മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കാൻ എന്ത് ചെയ്യണം, ഉത്തരം ഫാഫീലിന് ലമ്മ്, അവസാനത്തിന് മുകളിൽ കെസർ. ഉദാഹരണം നസ്വറ ബഷീറുൻ ബാസിത്തൻ. അതിനെ എന്ത് ചെയ്ത് കർത്താവ് അറിയപ്പെടാതിരിക്കുമ്പോൾ എന്ത് പറയും, നുസ്വറ ബാസിത്തുൻ. മനസ്സിലായോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇത്ര രണ്ട് കാര്യങ്ങൾ. പിന്നെ മഅറൂഫ് ഫാഫീലിന് മജ്ഹൂലാക്കുമ്പോൾ ഫാഫീലിന് ലമ്മ്, അവസാനത്തിന് മുമ്പുള്ളതിന് കെസർ. ഉണ്ടോ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നായിബ് മഫ്ഊലിനെ പിടിച്ച് നായിബ് ഫാലുമാക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ മഫ്ഊലിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ഈ സ്ഥാനത്ത് വെക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ റഫ് കൊടുത്ത് നായിബ് ഫായിലാക്കും. കണ്ടോ, നായിബുൻ എന്നിൽ ഫായിൽ, ഫായിലിന് തൊട്ട് പകരം വന്നത്. അപ്പോൾ എന്ത് ചെയ്ത്, ഫായിലിനെ സ്വീകരിക്കേണ്ട റഫ് ഇത് സ്വീകരിച്ചു. ശരിക്ക് നസ്ബായിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷേ ഫായിലില്ലാത്തതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് മൂപ്പര് വന്ന് ആ പേച്ചടക്കാൻ വന്നതാണ്, ഫായിലില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു ഫീല് വന്നാൽ എന്ത് മനസ്സിലാക്കണം, ഫായിലാണ് നിർബന്ധമായി വരേണ്ടത്. ആ സ്ഥാനത്ത് ഫായിൽ വന്നില്ലെങ്കിൽ മഫ്ഊലിനെ പിടിച്ച് ആ സ്ഥാനത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് ഫായിലിനുള്ളതായ റഫ് അതിന് വെച്ച് കൊടുക്കും. അങ്ങനെ നായിബുൻ അനിൽ ഫായിൽ, ഫായിൽ തൊട്ട് പകരം വന്നതിൻ്റെ പേരും വരും. അപ്പോൾ ഇതെന്താണ് മഅറൂഫായ ഫീൽ.
കേട്ടോ. നസ്വറ ബഷീറും ബാസിത്തൻ ഒന്ന് പറയാം. മാദി മഅറൂഫ്, ബഷീറുൻ ഫായിൽ കർത്താവ്, ബാസിത്തൻ മഫൂൽ. അതിൻ്റെ നുസ്ര എന്നുള്ളത് മാദി മജ്ഹൂൽ ആഫീൽ, ബാസിത്തുൻ അതിന് നായിബ് ഫായിൽ ഉണ്ടാവും. ലാഹിറത്താൽ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെട്ടത്, അപ്പോൾ നായിബ് ഫായിലിന് റഫായിരിക്കും. അതുപോലെ കർത്താവിന് അറിയപ്പെട്ട ഇവിടെ മഅറൂഫ് ആഫീലിന് ഫായിലിന് റഫായിരിക്കും, മജ്ഹൂൽ ആഫീലിന് നായിബ് ഫായിലിന് റഫ് ഉണ്ടാകുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മുടെ ഇൽമുൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വരാം. ഇൻഷാ അല്ലാഹ് നമുക്കിതിന് ചർച്ച തുടർന്ന് പോകണം. അല്ലാഹു ഈ വർഷത്തെ പരീക്ഷ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഇതൊക്കെയും അറബി ഭാഷയെ സ്നേഹിക്കുന്ന ഭാഗമായി മുത്തുനബിൻ്റെ അരികിൽ എത്താനുള്ളതൊരു കാരണമായി സ്വീകരിക്കുമാറാകട്ടെ.